അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത കടല കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു പഴുത്ത തക്കാളി ഇത്രയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 4-5 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കടലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഇനി ഈ വെന്ത് വെച്ച കടലയിൽ നിന്നും ഒരു 1.5 തവി കടല നമുക്ക് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മുടെ കടലയുടെ ചൂറൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ അടിച്ചു പോകും. അപ്പോൾ ഇനി നമുക്കിത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് 2-3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു 10-15 കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഗരം മസാല വേണം. നിങ്ങൾക്ക് ചിക്കൻ മസാലയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ ചിക്കൻ മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മളുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മളുടെ മസാലയൊക്കെ കരിഞ്ഞു പോവും, കറിയുടെ ഗുണവും ഒക്കെ പോകും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ മസാല ഏത് കറിയാകണമെങ്കിലും നമ്മൾ മസാല വഴറ്റിയെടുക്കുന്ന സമയത്ത് തീ എപ്പോഴും കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മളുടെ കടലയുടെ കൊഴുപ്പ്, കറിയുടെ ആവശ്യത്തിനുള്ള കൊഴുപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതിനുശേഷം കൊഴുപ്പ് കൂടുതലാണ്, അതായത് അത്രയും കട്ടിയായിട്ട് വേണ്ട, ലൂസായിട്ട് വേണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കടലയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിള വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ കറി ഓഫാക്കി വയ്ക്കാം. ഇപ്പം നമുക്ക് തേങ്ങ അരയ്ക്കാണ്ടും കടല നല്ല ടേസ്റ്റി ആയിട്ട് കറി വയ്ക്കാം കേട്ടോ. തേങ്ങ ഇഷ്ടമില്ലാത്ത കുറേയധികം ആൾക്കാരുണ്ടാവും. എൻ്റെ വീട്ടിലിവിടെ എൻ്റെ ഹസ്ബൻഡിന് തേങ്ങയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ കടലക്കറി വയ്ക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വയ്ക്കാറ്. തേങ്ങ അരയ്ക്കാണ്ട് കടല അരച്ച് ചേർക്കും. അപ്പോൾ നമ്മളുടെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ കടലക്കറി കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.